മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പറയുന്ന പോലെ ഇതെന്റെ പുത്തൻ റേബൻ ഗ്ലാസ്. അപ്പോൾ അത്തരത്തിൽ മനോഹരമായ ഫ്രെയിമുകളും ലെൻസുകളും നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഗ്ലാസുകളും ഒക്കെ മിതമായ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ്, ഒരു ഒപ്റ്റിക്കൽസിനെയാണ് ഞാൻ ഇന്ന് ലൈവ് ടിവിയുടെ കേരള ഗേറ്റിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം KK റോഡിലുള്ള നരിമറ്റത്തിൽ ഒപ്റ്റിക്കൽസ് വ്യത്യസ്തമായ ഒരുപാട് വെറൈറ്റി ഫ്രെയിമുകളുണ്ട്, മോഡൽസ് ഉണ്ട്. എല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കാം. നരിമറ്റത്തില് വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ നരിമറ്റത്തിൽ ഒപ്റ്റിക്കൽസിന്റെ പ്രിയപ്പെട്ട ഓണർ ജെയിംസ് ചേട്ടൻ. നമസ്കാരമുണ്ട്. നമസ്കാരം. നല്ല തിരക്കുള്ള സമയമാണ്, മനസ്സിലായി. നമുക്ക് വെറൈറ്റി മോഡൽസ് ഒക്കെ കാണുന്നു. ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഫ്രെയിമുകളുള്ളത്? നമ്മുടെ റൈവാൻ ഉണ്ട്, കറേറ ഉണ്ട്, ഫാസ്റ്റാഗ് ഉണ്ട്, പിന്നെ ഒത്തിരി ഒരുപാട് മോഡലുകളുണ്ട് നമുക്ക്. ഇതെല്ലാം പല പല സൈസ്, പല കമ്പനീസിൽ. ഏറ്റവും കൂടുതൽ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ റൈബാനും കെറേറക്കായിട്ടും ഒക്കെ കൂടുതൽ പോകുന്ന നമ്മുടെ നാട്ടിൽ അത് ഇമ്പോർട്ടൻറ്റ് ഫ്രെയിംസാണ് കൂടുതൽ പോകുന്നത്. ശരി, ഈ ബ്രാൻഡാണെന്നുള്ളത്. ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നിട്ട് എത്ര ആളായി ഈ ഒപ്റ്റിക്കൽസ് മേഖലയില്? 27 വർഷമായി. ശരി, നമുക്ക് എവിടേക്കാണ് ബ്രാഞ്ചുകൾ ഉള്ളത്? പാലായിലുണ്ട്, നമ്മളെ സെൻറ് തോമസ് മാളിനകത്ത്, പാല ഒരു വലിയ മാളാണ്, അതിനകത്തുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിലുണ്ട്. ശരി, നമ്മൾ ഈ ലെൻസുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ജെയിംസ് ചേട്ടാ ശ്രദ്ധിക്കേണ്ടത്? ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച്. ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പവർ ആണെങ്കിൽ നമ്മളിവിടെ വന്ന് ടെസ്റ്റ് ചെയ്യും. ഇപ്പം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഏത് പവറാണോ അതനുസരിച്ച് കമ്പനി നമ്മൾ തന്നെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും ഏതാണ് അവർക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സ്. അപ്പോൾ പല കമ്പനിക്കാരുടെ പല വെറൈറ്റി ഫ്രെയിംസ് ലെൻസുകളുണ്ട് നമ്മുടെ. അപ്പോൾ കാണിച്ചു പിന്നെ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് അവരേതാണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. എന്നാലും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് കൂടുതലും എസ്ലോറിന്റെ ലെൻസാണ്. അത് ശരി, ആ ലെൻസ് നല്ല ലെൻസാണ്, കസ്റ്റമർക്കും സാറ്റിസ്ഫൈഡാണ്. കസ്റ്റമേഴ്സ് കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇപ്പം ഏതാണ്? അത് നമ്മളെങ്ങനെയാണ് കസ്റ്റമേഴ്സ് കൂടുതൽ അങ്ങനെ ആവശ്യപ്പെടുന്നത്, നമ്മൾ ഏതാണോ അവർക്ക് ആവശ്യം നമ്മൾ ചോദിക്കും. ആവശ്യകത അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു അല്ലേ? നമ്മൾ കൊടുക്കുക. മറ്റ് എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ നരിമറ്റത്തിലുള്ളത്? നമ്മുടെ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒപ്റ്റോമെട്രിസ്റ്റ് നമുക്കുണ്ട്. അവരുടെ സേവനമുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കസ്റ്റമർക്ക് എന്താണോ താല്പര്യമുള്ളത് അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. ശരി, നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണോ ഉള്ളത്? അതെ അതെ അതെ. നമ്മളിപ്പോൾ ഇവിടെ നാട്ടിലുള്ളവരുണ്ട്, നാട്ടിൽ നിന്ന് വിദേശത്ത് പോയ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. വിദേശത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് സീസൺ ആകുമ്പോഴത്തേക്കും നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ശരി, അപ്പോൾ അവരായിട്ട് യൂറോപ്പിൽ നിന്നാണേലും ഗൾഫിൽ നിന്നാണേലും നല്ല കസ്റ്റമേഴ്സ്. അപ്പോൾ അവരാണ് ഏറ്റവും നല്ല ബന്ധങ്ങളുണ്ടല്ലേ? നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ പിടിച്ച് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഇപ്പോഴത്തെ ഈ പൊടിയും അല്ലെങ്കിൽ ചൂടും അല്ലാത്ത മഴയും ഒക്കെ പ്രത്യേകിച്ച് അല്ലാത്ത കാലാവസ്ഥയല്ലേ? അപ്പൊ നമ്മുടെ കണ്ണിന് സംരക്ഷിക്കാൻ വേണ്ടി വണ്ടിയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അതൊക്കെ എന്താ ചെയ്യേണ്ടത്? അവർക്ക് അതിനുള്ള ലെൻസുകളുണ്ട്. ശരി, ആന്റി ഗ്ലെയർ, ഇതിന് പല കളറിലുള്ള ലെൻസുകൾ. ഇപ്പൊ ഞാൻ വെച്ചേക്കുന്ന പോലെ അല്ലേ? അത് തന്നെയല്ല, നമ്മളിപ്പം പവർ ലെൻസ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏത് വെറൈറ്റി അവർക്ക് നമ്മൾ കാണിച്ചു തരും. നമ്മുടെ ചാർട്ടുണ്ട്, നമ്മുടെ ചാർട്ട് കാണിച്ചു തരും. കസ്റ്റമർക്ക് ഏതാ സ്ഥലത്ത് ഇപ്പം ട്രാൻസിഷൻ ഉണ്ട്. ട്രാൻസിഷനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആന്റി ഗ്ലെയർ കോട്ടിങ് ചെയ്യാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ളത്, പിന്നെ ലൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതിനുള്ള എല്ലാ സാധനവും. പിന്നെ ഫോഗ് നമ്മുടെ ഇത് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് സാധനങ്ങളുണ്ട് നമ്മുടെ. ഞാൻ ഈ തുടക്കത്തിലെ പറഞ്ഞ പോലെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ നമ്മുടെ മുഖത്തെ ഏറ്റവും വലിയ ഒന്നാണ് നമ്മുടെ കണ്ണുകൾ, മനോഹരമായ കണ്ണുകൾ. കണ്ണ് സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും? നമ്മൾ കണ്ണ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണയാണെങ്കിൽ ചൂട്
ചൂട് വരുന്ന സമയത്ത് നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ചൂട് നമുക്ക് പറയാൻ പറ്റില്ല, ഏതെല്ലാം രീതിയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ അവസ്ഥ. ഇത് തണുപ്പാണെങ്കിലും തണുപ്പ് നമുക്കിപ്പോൾ ഒരു വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ. മിക്കവാറും കൂടിയുണ്ട്. കാരണം പവർ ലെൻസ് ഉപയോഗിക്കുന്നെങ്കിൽ അവർക്ക് അതിന് തക്ക ഏതാണ് അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കുക. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? മുന്നോട്ടുള്ള പ്രവർത്തനം എന്നാൽ നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമറുമായിട്ട് സഹകരിച്ച്, കാരണം അതുപോലെ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് പുറത്തുനിന്നുള്ളത്. അപ്പൊ അവരെല്ലാം നമ്മളവരായിട്ട് ബന്ധപ്പെടാറുണ്ട്, അവർ നമ്മളെയും വിളിക്കാറുണ്ട്. എന്തൊക്കെ ആവശ്യം, ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. പുറത്തുള്ളതാണെങ്കിലും നമ്മൾ 1 year റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ സേവനം തന്നെയാണ്. നമ്മുടെ ഒരു വലിയ പ്രത്യേകത. നമ്മൾ ഏത് കസ്റ്റമേഴ്സ് അതിപ്പം 1000-ന്റെ ആണെന്നോ 800-ന്റെ ആണെന്നോ 500-ന്റെ ആണോ നോക്കിയാൽ ഇവിടുന്ന് വാങ്ങിച്ചാൽ നമ്മൾ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഒരു വർഷത്തിനകത്ത് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ അപ്പൊ അതിനെ പ്രത്യേകം ക്ഷയിക്കാൻ കാര്യം ഒരു പിന്നെ ഒപ്റ്റിക്കൽസും അങ്ങനെ ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട്. ബ്രാഞ്ചിലാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യും. പിന്നെ കസ്റ്റമർക്ക് മാക്സിമം നല്ല രീതിയിൽ കൊടുക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് വീട്ടിലെത്തിക്കേണ്ടവർ ഞങ്ങൾ വീട്ടിൽ വരെ എത്തിച്ചു കൊടുക്കും. ശരി. എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ നല്ല തിരക്കായിരുന്നു. അപ്പം വൈഫുണ്ട്, മറ്റേ അതുപോലെ തന്നെ സ്റ്റാഫുണ്ട്. പക്ഷെ അവരുടെയൊക്കെ സമീപനം കസ്റ്റമേഴ്സിനോട് ഒരു ഭയങ്കര ഫ്രണ്ട്ലി മൂഡാണ്. അത് പ്രത്യേക നിർദ്ദേശമാണോ അതോ അവരങ്ങനെയാണോ? അല്ലല്ല, അവരങ്ങനെ അത്രയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം 30 വർഷമായ ആൾക്കാരാണ്. നമ്മൾ കട തുടങ്ങുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരാണ്. അത് ശരി, നമ്മുടെ പിള്ളേരാണ്. അതെ, അതുകൊണ്ട് അവരുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല. കാരണം അവർക്കിപ്പോ ഒരു കസ്റ്റമർ വന്നാൽ അറിയാം ഇവർ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്കറിയാം. അതനുസരിച്ചാണ് കസ്റ്റമർ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആൾക്കാർ നമുക്ക് ഇത്രയും ഇത്രയും ഉള്ളത് തന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ എല്ലാ സാധനം കസ്റ്റമർ ചോദിക്കുന്ന അവരുടെ മനസ്സിലുള്ള അവരുടെ ഐഡിയ അനുസരിച്ചുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഫ്രെയിം ആയാലും ലെൻസ് ആയാലും എന്താണേലും നമ്മുടെ സൺഗ്ലാസ് ആണെങ്കിലും എന്താണേലും അവരുടെ മനസ്സിന്റെ ഇതനുസരിച്ചുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഇത് മുഴുവൻ സാധനം ഇരിക്കും. ഇഷ്ടംപോലെ സാധനങ്ങൾ, വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ജെയിംസ് ചേട്ടാ, പ്രധാനമായിട്ടും ഏതൊക്കെ ബ്രാൻഡുള്ള ലെൻസുകളാണുള്ളത്? നമ്മൾ കോൺടാക്ട് ലെൻസിനെ കുറിച്ചല്ലേ ഇപ്പം? രണ്ടും പറഞ്ഞാൽ കുഴപ്പമില്ല, ആളുകൾക്ക് അറിയാൻ വേണ്ടിയല്ലേ. കോൺടാക്ട് ലെൻസ് ആണെങ്കിൽ നമ്മൾ ബോഷ് ആൻഡ് ലോമിന്റെയാണ് കൂടുതൽ കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ പിന്നെ സിൽക്ക് ലെൻസ് ഉണ്ട്, പിന്നെ അക്വാസോഫ്റ്റ് ഉണ്ട്, പിന്നെ ബോഷ് ആൻഡ് ലോമിന്റെ അകത്ത് അതിൽ തന്നെ നമ്മൾ ടോറിക്കുണ്ട്. സ്പിരിക്കൽ പവർ മാത്രമുള്ളതുണ്ട്. ടോറിക്കാണെങ്കിൽ ഒരു 3-4 ദിവസം സമയം എടുക്കും. കസ്റ്റമറുടെ പവറിന്റെ അനുസരിച്ചാണ് നമ്മളതൊക്കെ അവരുടെ ആ ഇഷ്ടം അനുസരിച്ച് വരുത്തി കൊടുക്കുക. അതുപോലെ ഫ്രെയിമുകൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്? ഫ്രെയിം ആണെങ്കിൽ ഓഗിന്റെ ഉണ്ട്, ബോഷ് ആൻഡ് ലോം ഉണ്ട്, സ്റ്റെപ്പർ ഉണ്ട്, റഹ്മാൻ ഉണ്ട്, ഫെറേറ ഉണ്ട്, പിന്നെ അർമാനി ഉണ്ട്, അങ്ങനെ സ്പോട്ട് ഉണ്ട്. ശരി. അപ്പൊ ഇല്ലാത്തത് ഏതെന്ന് ഞാൻ ചോദിച്ചാൽ ഓഷ്യന്റെ ഒത്തിരി പിള്ളേരൊക്കെ വരുമ്പോൾ ഏതാ കൂടുതൽ ആവശ്യപ്പെടുന്നത്? പിള്ളേർക്ക് ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ മുഖം കവർ ചെയ്തിരിക്കുന്നത് എത്രയും വലുത് കൊടുക്കാം അത്രയും പിള്ളേരുടെ ആവശ്യം. ശരി. അതുപോലത്തെ ഉള്ള റൗണ്ട് ഉണ്ട്, അതിനകത്ത് സ്ക്വയർ ഉണ്ട്, പല ഷേപ്പ് ഉണ്ട്, പിന്നെ ബിഡ്ജ് ഉള്ളതുണ്ട്, ബിഡ്ജ് ഇല്ലാത്തതുണ്ട്. പിന്നെ മിക്കവാറും ഇപ്പോഴത്തെ പിള്ളേർക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മെറ്റൽ ഫ്രെയിമിനേക്കാളും കൂടുതൽ പ്ലാസ്റ്റിക്കിന്റെ മീൻസ് ഷെല്ല് നമ്മൾ പറയും. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമ്മൾ പറയും. അതാണ് ശരിക്കും നരിമറ്റത്തിൽ ഒപ്റ്റിക്കൽസിൽ ഉള്ളത്. 400 രൂപ മുതൽ ഫ്രെയിം, 400 രൂപ മുതൽ നമ്മൾ 25,000 രൂപ വരെയുള്ള ഫ്രെയിമുകളുണ്ട്. 400 രൂപ മുതൽ എല്ലാം ഉണ്ട്. അപ്പൊ ജെയിംസ് ഞാൻ സംശയം ചോദിക്കട്ടെ, ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാറുണ്ട്? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും. നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും 400 രൂപയുടെ സാധനം മേടിച്ചാൽ പോലും 400 രൂപ കണ്ണാട് മേടിച്ചാൽ നമ്മളതിന് ഡിസ്കൗണ്ട് കൊടുക്കും. ശരി. അത് കസ്റ്റമറുടെ നമ്മൾ ചിലർക്ക് 25% കൊടുക്കും, ചിലർക്ക് 30% കൊടുക്കും. അങ്ങനെ അത്രയും കൊടുക്കുന്നുണ്ട്. കാരണം കസ്റ്റമർ നമ്മൾ ഏതാണോ നല്ല കൂടിയ ലെൻസ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. പക്ഷെ നമുക്ക് അധികം കിട്ടി, നമുക്ക് ലാഭത്തിനേക്കാൾ കൂടുതൽ കസ്റ്റമർ സേവനമാണ്. ഇത്രയും വർഷത്തെ സേവനം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെ. നമുക്ക് ആൾക്കാർ നമ്മൾ അതുപോലെ സഹകരിക്കുന്നുണ്ട്. ഒരു കസ്റ്റമർ പോലും നമ്മൾ പിണങ്ങാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് അവർക്ക് അത് ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും അതേപോലെ ഡിസ്കൗണ്ടിന് ഉൾപ്പെടെ ഡിസ്കൗണ്ട് കൂടാതെ തന്നെ 1 year റീപ്ലേസ്മെന്റ് കൊടുക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. ആ വലിയ മനസ്സിന് പ്രത്യേക നന്ദി. വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് നമ്മളെ ഇപ്പം ഇവിടുന്ന് പോയ ഇന്ത്യക്കാര് നമ്മൾ വീണ്ടും വിളിക്കാറുണ്ടല്ലേ? നമ്മൾ വിളിക്കാറുണ്ട്. നമ്മളായിട്ട് അവരും വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് വേണ്ട എന്തെങ്കിലും സേവനം ഇപ്പൊ ഇവിടുന്ന് ഞങ്ങൾ കൊടുത്തു വിടാറുണ്ട്. സാധനം കൊറിയർ അയച്ചു കൊടുക്കാറുണ്ട്. പുറത്തൊക്കെ ആണെങ്കിലും. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആര് വിളിച്ചാലും
ഞങ്ങൾ നമ്മൾ റെഡിയാണ്, നമ്മൾ റെഡിയാ. എന്ത് വേണം ജെയിംസ് ചേട്ടൻ റെഡിയാണ്. അവരെന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ശരി. അപ്പൊ എന്തായാലും ആളുകൾ തേടി വരും, ഉറപ്പാണ്. എന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ നമുക്ക്. അതെ അതെ അതെ. അപ്പൊ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു Okay. വെരി മച്ച്. ബൈ ബൈ ബൈ. അപ്പോൾ നമ്മൾ നരിമറ്റത്തിൽ ഒപ്റ്റിക്കൽസിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളുമാണ് പ്രിയപ്പെട്ട ജെയിംസ് ചേട്ടൻ നമ്മളോട് പങ്കുവച്ചത്. മനോഹരമായ ഫ്രെയിമുകളും ലെൻസുകളും ഒക്കെ നല്ല ക്വാളിറ്റി, മിതമായ റേറ്റിലാണ് ലഭിക്കുന്നത്. അതുപോലെ സർവീസിങ് കാര്യങ്ങളൊക്കെ വളരെ പക്കാണ്. ഈ ഗ്ലാസ് ഞാൻ അങ്ങനെ സ്വന്തമാക്കി. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്. ചങ്ങനാശ്ശേരി.